ഹലോ ഗൈസ്, 100 ഡേയ്സ് ഓഫ് ചലഞ്ചിൻ്റെ ഡേ 72 ആണ്. ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ് ആൻഡ് അപ്സ് ആണ്. ലെഗിനാണ് ഫസ്റ്റ് വർക്കൗട്ട്. ഡംബൽ ഡെഡ് ലിഫ്റ്റ് ആണ് ഫസ്റ്റ് വർക്കൗട്ട്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. ലെഗിന് 6ഉം ആപ്സിന് 6 വർക്കൗട്ട് വെച്ചാണ് 12 വർക്കൗട്ടാണ് പ്രോഗ്രാം ചാർട്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് കഴിഞ്ഞു ഡംബൽ ഡെഡ് ലിഫ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഹാക്ക് സ്ക്വാട്ടാണ്. ഹാക്ക് സ്ക്വാട്ട് ഇച്ചിലൂടെ ബെൻഡ് ചെയ്യാം, മുട്ടിച്ചിലൂടെ ബെൻഡ് ചെയ്യേണ്ടതാണ്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് എനിക്കത് പ്രോപ്പർ ഫോമിലല്ല ചെയ്തത്. ഇതിൻ്റെ പ്രോപ്പർ ഫോം അല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല രീതിയിൽ ഇച്ചിലൂടെ സിറ്റ് ചെയ്യണം, നല്ല രീതിയിൽ എനിക്ക്. പക്ഷേ മസിൽ എൻഗേജ് ആകുന്നുണ്ട്. ഓരോരുത്തരുടെ ഒരു ഇതുപോലെ ആയിരിക്കും. ഹാക്ക് സ്ക്വാട്ടിൻ്റെ ഇതായിരിക്കും. അത് കഴിഞ്ഞ് അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തന്നെയാണ്, നമുക്ക് ഫോം കിട്ടാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ് എക്സ്റ്റൻഷനാണ്. മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ലെഗ് എക്സ്റ്റൻഷനാണ്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യേണ്ടത്. ലൈറ്റ് വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. ഫുൾ വെയിറ്റ് വരെ ഇട്ട് ഞാൻ ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യും ഫുൾ വെയിറ്റിൽ. അതും 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. നാലാമത്തെ വർക്കൗട്ട് സിംഗിൾ ആം ഹാംസ്ട്രിങ്ങുകളാണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് മിഷനിലാണ് ചെയ്യുന്നത്. അതാണ് ലെഗ് എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ട് അടുത്തത് സിംഗിൾ ആം ഹാംസ്ട്രിങ്ങുകളാണ്. അത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്യുക. കുറച്ച് മൂവ്മെൻറ്റേ വരുന്നുള്ളൂ, അത് കറക്റ്റായിട്ട് ചെയ്യണം. ലൈറ്റ് വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ലൈറ്റ് വെയിറ്റ് തന്നെ മതിയായിരിക്കില്ല. 1-2 ഇട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുക. ഇച്ചിരി ഡിഫിക്കൽട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി. ഇത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷനാണ്. ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യേണ്ടത്. റൈറ്റ് ലെഗിന് 20 കൗണ്ടാണെങ്കിൽ ലെഫ്റ്റ് ലെഗിനും 20 കൗണ്ട് ആയിരിക്കണം. സെയിം കൗണ്ട് പോകണം. കൗണ്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ലൈങ് ലെഗ് കേബിളാണ്. ലെഗുകൾ 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് കാഫ് റൈസ് ആണ്. അതാണ് ലാസ്റ്റത്തെ വർക്കൗട്ട്. ലെഗുകൾ കഴിഞ്ഞിട്ട് കാഫ് റൈസ് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെയാണ് ചെയ്യേണ്ടത്. ക്ലോസ് ടു ഫെയിലിയർ. ആപ്സിനുള്ളത് കൊണ്ടാണ് 6 വർക്കൗട്ട്. നമുക്ക് അതിനുള്ള എനർജി നിൽക്കില്ല. കട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 81 kg ആയി. വെയിറ്റ് കുറയുന്നുണ്ട്. ദിവസങ്ങളനുസരിച്ച് വെയിറ്റ് കുറയുന്നുണ്ട്. നമ്മൾ ഡയറ്റ് അതുപോലെ സ്ട്രിക്റ്റ് ആണ്. പക്ഷേ അത്രയും ഡയറ്റ് സ്ട്രിക്റ്റായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഫിസിക്കലി മെൻ്റലി അത്ര നല്ലതല്ല. ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ കട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഓൾറെഡി ഇങ്ങനെ ഒരു സഫറിങ് വന്നിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ഒരു ക്ലിയർ ഗോൾ വെച്ചിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ആപ്സാണ്. ഹാങ്ങിങ് സ്ട്രേറ്റ് ലെഗാണ്. ഹിപ്പ് റൈസ് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം എൻ്റെ ആപ്സ് തെളിയുന്നതേ ഉള്ളൂ. ഇതിന് ഫാറ്റുണ്ട്, തെളിഞ്ഞു, എന്നാലും ഫാറ്റുണ്ട്. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് സ്റ്റാൻഡിങ് ബാർബിൾ ട്വിസ്റ്റ് ആണ്. അത് ലൈറ്റ് വെയിറ്റിലാണ് തുടങ്ങിയത്. വെയിറ്റ് ഇടാതാണ് തുടങ്ങിയത്. 5 വെയിറ്റ് ഇട്ടു, എന്നിട്ട് ലോക്ക് ചെയ്യണം പ്രോപ്പറായിട്ടല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തെറിച്ചു പോകും. സൈഡിലെ ഒബ്ലീക്സിനൂടെ കിട്ടുന്നതാണ്. മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലൈൻ ബെൻഡ് ലെഗ് റിവേഴ്സ് ക്രഞ്ച് ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യുന്നത്. ഇത് സ്റ്റാൻഡിങ് ബാർബിൾ ട്വിസ്റ്റ് ആണ്. വെയിറ്റ് ഇട്ട് ഞാൻ ചെയ്തു. 10 കിലോ വരെ ഇടും വൺ സൈഡിൽ. അങ്ങനെ വർക്കൗട്ട് ചെയ്യും. നമുക്ക് സെറ്റ്സ് കൂടുന്നതനുസരിച്ച് ചെയ്യും. 4 സെറ്റാണ് പറയുന്നത്. 4 സെറ്റും ചെയ്തിരിക്കും. മിനിമം 3 സെറ്റെങ്കിലും ചെയ്യണം. എനർജി ഡ്രെയിൻ ആകുന്നതുകൊണ്ട് ഇപ്പം എനിക്ക് നല്ല രീതിയിൽ എനർജി ട്രെയിനിങ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലൈൻ ബെൻഡ് ലെഗ് റിവേഴ്സ് ക്രഞ്ച് ആണ്. അതും ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യേണ്ടത്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ചെയ്യുക. നമ്മുടെ ലോവർ ആപ്സിനുള്ള വർക്കൗട്ടാണ്. അത് കഴിഞ്ഞത് ഡിക്ലൈൻ സിറ്റപ്പാണ് ചെയ്യേണ്ടത്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ വർക്കൗട്ട് കേബിൾ ഒബ്ലിക് ട്വിസ്റ്റ് ആണ്. അത് ലൈറ്റ് വെയിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. സിറ്റപ്സ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. സിറ്റപ്സ് കഴിഞ്ഞിട്ട് ഒബ്ലിക്ക് കഴിഞ്ഞിട്ട് നീ കേബിൾ ക്രഞ്ചാണ് ചെയ്യേണ്ടത്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കണം ചെയ്യേണ്ടത്. ഇത് ഒബ്ലിക്ക് ആകുമ്പോഴത്തേന് സൈഡ് ഫാറ്റ് കുറേ നല്ലതാണ്. ആസ് എ നീലിംഗ് കേബിൾ ക്രഞ്ചാണ്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് എൻ്റെ 72 ദിവസത്തെ ജേർണി ഉണ്ട്. ഓൾറെഡി എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണേണ്ടവർക്ക് കാണാം. 93 ഇപ്പോൾ 81 kg വരെ ആയി. ഇനിയും കുറച്ചുകൂടെ ഒരു 3-4 കിലോ കുറഞ്ഞ് കഴിഞ്ഞാൽ കുറേ വിസിബിലിറ്റി ഉണ്ടാവും. ഇപ്പം കട്ടിങ് സ്റ്റേജിലായതുകൊണ്ട് മാക്സിമം ചെയ്യാൻ നോക്കുന്നു. ഇത് ഇത്ര എളുപ്പമല്ല. നമുക്ക് മെൻ്റലി ഇച്ചിരി ഇതായിരിക്കും, എന്നാലും കുഴപ്പമില്ല. മെൻ്റലി ഫിസിക്കലി നമ്മൾ കുറച്ച് ഡൗൺ ആവും. കുഴപ്പമില്ല. നാളെ അടുത്ത വീഡിയോ കാണാം. ബൈ.